ഹലോ ചെങ്ങായിമാരെ, എല്ലാവർക്കും പി സി വ്ളോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ക്രിപ്റ്റോവാനസ്. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ വന്നിട്ടുള്ള എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ ഒരു ബിനാൻസിലെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ബാക്കി ഇട്ടിരുന്നു, അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ സംസാരിക്കാം എന്ന് വിചാരിച്ച് വന്നതാണ് ഞാൻ. അപ്പോൾ നിങ്ങളെൻ്റെ ചാനലിൽ ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഓക്കെ, നിങ്ങൾ നിർബന്ധമായും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മളിതിൽ മെയിനായിട്ട് നോക്കേണ്ട കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എങ്ങനെ നമുക്കൊരു കോയിൻ സെലക്ട് ചെയ്യാം, ബൈ ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ ഒരു കോയിൻ സെലക്ട് ചെയ്യാം എന്നുള്ള ചെറിയൊരു ഇതാണ്. അത് നിങ്ങൾ അത് തന്നെ മെയിനായിട്ട് ഫോക്കസ് ചെയ്തത്. അത് ഞാനിപ്പോൾ പറയുന്നത് ചെറുതായിട്ടേ ഉള്ളൂ. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ലേറ്റായിട്ടേ ഉള്ളൂ. നമ്മളിങ്ങനെ ഒരു ചാർട്ട് ഇങ്ങനെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ചാർട്ടിൽ ഇപ്പോൾ ഞാനെടുത്ത കോയിന് പോരാം, നമുക്ക് വേറെ കോയിൻ എടുക്കാം. 1 മിനിറ്റ്. ഈ ചാർട്ട് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതിപ്പോൾ PPT എന്ന് പറയുന്ന ഒരു കോയിന് ഞാൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ ചാർട്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നല്ല ഡൗൺ ട്രെൻഡിലാണ് നിൽക്കുന്നത്. കണ്ടോ, ഈ സൈഡിലായിട്ട് എനിക്ക് തന്നെ കാണാൻ പറ്റും. ഡൗൺ ട്രെൻഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത്, കോയിൻ്റെ പ്രൈസ് നിൽക്കുന്നത്. ഞാൻ കാണിച്ചുതരാം, മാർക്ക് ചെയ്ത് കാണിച്ചുതരാം. ഇവിടെയാണ് ഇപ്പോൾ കോയിൻ്റെ ഇത് നിൽക്കുന്നത്. അപ്പോൾ അത്രക്കും ഡൗൺ ആയിട്ടുണ്ട് ഇപ്പോൾ നല്ല പ്രൈസ് ഡൗൺ ആണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചാർട്ട് നോക്കുമ്പോൾ ഡൗൺ ട്രെൻഡ് നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ സെയിൽ നടന്നത്, എങ്ങനെ ഏറ്റവും കൂടുതൽ സെയിൽ നടന്നതെന്ന് മനസ്സിലാക്കാമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ കാണുന്നൊരു ഇതില്ലേ, ബോളില്ലേ, ഒരു ഇത്, അത് ചുവന്ന കളറിലാണ് ഇങ്ങനെ പൊങ്ങിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സെയിലാണ് നടന്നിട്ടുള്ളത്. ആ നേരം കൊണ്ട് അവിടെ ഇതുപോലൊരു പച്ച കളറാണ് പൊന്തിക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നല്ല കൂടുതൽ പർച്ചേസിങ് ആണ് നടന്നിട്ടുള്ളത്, ബൈയിങ് ആണ് കൂടുതൽ നടന്നിട്ടുള്ളത്. അപ്പോൾ അതാണ് അത് തമ്മിലുള്ള വ്യത്യാസം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ഒരു കോയിൻ ബൈ ചെയ്യുമ്പോൾ നമ്മൾ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഈ വോളിയം എന്ന് പറയുന്നത് BTC, ഇത്ര BTC ഇവിടെ വോളിയം ഉണ്ടെന്ന് പറയുന്നത്, ഏറ്റവും കുറഞ്ഞ BTC എപ്പോഴാണോ അപ്പോൾ ആ കോയിൻ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റ് കിട്ടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കൂടുതൽ BTC വോളിയമായിട്ട് വരുമ്പോഴാണ് ഒരു കോയിൻ്റെ പ്രൈസ് നന്നായിട്ട് ഹൈ ആവുന്നത്. അപ്പോൾ കുറഞ്ഞ വോളിയം വരുമ്പോൾ ആ ഒരു കോയിൻ്റെ പ്രൈസ് നന്നായിട്ട് ഡൗൺ ആവും. അതാണ് അത് തമ്മിലുള്ള പ്രത്യേകത. ഓക്കെ, അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എങ്ങനെ നമുക്കൊരു കോയിൻ ബൈ ചെയ്യാം, എന്താണ് ഈ ബൈ ലിമിറ്റ് ഓർഡർ, എന്താണ് ഈ മാർക്കറ്റ് ഓർഡർ, എന്താണ് സ്റ്റോപ്പ് ലോസ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ അത് എങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ലിമിറ്റ് ഓർഡറിൻ്റെ പ്രത്യേകതകൾ ഞാൻ പറയുന്നത് ആദ്യം. ലിമിറ്റ് ഓർഡറിൻ്റെ പ്രത്യേകതകളിൽ നമുക്ക് ബൈയും സെല്ലിങ്ങിൻ്റെ ഓപ്ഷൻ ഉണ്ട് ലിമിറ്റ് ഓർഡറിൽ. അപ്പോൾ ലിമിറ്റ് ഓർഡറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്കിവിടെ ഈ ലിമിറ്റ് ഓർഡറിൽ നമുക്ക് വേണ്ട എമൗണ്ട് സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അതൊരു മെയിൻ പ്രത്യേകതയാണ് ലിമിറ്റ് ഓർഡറിൻ്റെ. പക്ഷേ നിങ്ങൾ ആ നേരം കൊണ്ട് തന്നെ നമ്മുടെ ഈ മാർക്കറ്റ് ഓർഡർ എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിൽ നമുക്ക് അടിക്കേണ്ട പ്രൈസ് ചെയ്താൽ മാത്രമുള്ള പ്രൈസ് മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിന് പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, മാർക്കറ്റ് ഓർഡറിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോഴത്തെ പ്രൈസ് എത്രയാണോ അതിന് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതിനാണ് മാർക്കറ്റ് ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ ലിമിറ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള, ഇനിയിപ്പോൾ ഭാവിയിൽ പ്രൈസ് കുറഞ്ഞാണെങ്കിൽ ആ ടൈമിൽ ബൈ ചെയ്യാനോ അല്ലെങ്കിൽ സെല്ല് ചെയ്യാനോ ഉള്ളതിനാണ് ആ ഒരു ഓപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ലിമിറ്റ് ഓർഡർ വെച്ചിട്ട് കോയിൻ ബൈ ചെയ്യുന്നതിൻ്റെ ഒരു ചെറിയൊരു ഇത് ഞാൻ കാണിച്ചു തരാം, എങ്ങനെ ലിമിറ്റ് ഓർഡർ വെച്ച് നമുക്ക് കോയിൻ ബൈ ചെയ്യാന്നുള്ളത്. ഇപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്യാണ്. ഇപ്പോൾ കാണുന്ന ഇവിടുത്തെ എമൗണ്ട്, ഒരു കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മളിപ്പോൾ ബൈ ചെയ്യാനാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കേണ്ടത് ഈ ഒരു ഭാഗമാണ്. ഓക്കെ, ഈ ഭാഗത്തെ എമൗണ്ടാണ് നമ്മൾ നോക്കേണ്ടത്. അല്ലാതെ ആ താഴത്ത് കാണുന്ന പച്ചയിൽ കാണുന്ന എമൗണ്ട് നോക്കിയിട്ട് ഒരു കാര്യമില്ല ബൈ ചെയ്യാൻ പോകുമ്പോട്ടോ. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ സെല്ല് ചെയ്യാനാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഭാഗത്തുള്ള എമൗണ്ടാണ് നോക്കേണ്ടത്. അങ്ങനെ രണ്ടും തമ്മിലൊരു പ്രത്യേകത ഉണ്ട്. ഓക്കെ, ഇനി ഇതിന് ശേഷം അടുത്തായിട്ട് ഞാൻ ബൈ ചെയ്യാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഈ ലാസ്റ്റിലായിട്ട് തന്നെ കാണുന്ന ഈ ഒരു ഓർഡർ വെച്ചിട്ട് തന്നെ ഞാൻ ബൈ ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ ബൈയിങ്ങിലിട്ടു. ഇവിടെ ഒരു ടോട്ടൽ BTC എന്നുള്ളിടത്ത് നമുക്ക് മാക്സിമം BTC ഇടാം. ഓക്കെ, ഞാൻ ഇട്ടിട്ടുണ്ട്. 225 TRX കോയിനാണ് ഞാൻ ബൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇപ്പോഴത്തെ എമൗണ്ടിൽ ഞാൻ ബൈ ചെയ്യാണ്. ഓക്കെ, ഞാൻ ബൈ കൊടുത്തു. 1 മിനിറ്റ്. ബൈ ആയി. ഓക്കെ, അപ്പോൾ മനസ്സിലായില്ലേ? ഇനി ഞാനെന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഒരു ബൈ ചെയ്ത കുറച്ച് കോയിൻസ് ഇല്ലേ, അത് ഞാൻ ലിമിറ്റ് ഓർഡറിൽ, ഒക്കെ ലിമിറ്റ് ഓർഡറിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. ലിമിറ്റ് ഓർഡറിൽ ഞാൻ സെൽ ഓർഡർ ഇട്ട് വെക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ഈ സെല്ല് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തു. ഇവിടെ നമുക്കിപ്പോൾ എത്ര എമൗണ്ട് ആകുമ്പോഴാണ് സെല്ലാവേണ്ടത് എന്നുള്ള സാധനം അടിച്ചു കൊടുക്കാം. ഓക്കെ, അത് അടിച്ചു കൊടുക്കുക. അങ്ങനെ ഞാനിപ്പോൾ ഇവിടെ അടിച്ചു കൊടുക്കുകയാണ്. ഒരു 400 ആകുമ്പോൾ സെല്ലാവുക. എന്നിട്ട് അതിന് ശേഷം ഇവിടെ ഈ 100% എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ക്ലിക്ക് ചെയ്തിട്ട് സെല്ലടിക്കുക. അപ്പോൾ സെൽ ഓർഡർ സക്സസ് ആയി. പിന്നെ നമ്മുടെ സെൽ ഓർഡർ, ഞാൻ ഒരുപാട് സെൽ ഓർഡർ ഇട്ട് വെച്ചിട്ടുണ്ടാവും. ഈ സെൽ ഓർഡർ ഇവിടെ കിടക്കുന്നുണ്ടാവും. കണ്ടോ, ഇത്രയുള്ള സംഭവം. അപ്പോൾ ലിമിറ്റ് വെച്ചിട്ടുള്ള പരിപാടിയാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നത്. ഇനിയിപ്പോൾ നമുക്ക് അർജൻറ്റായിട്ട് ഇപ്പോൾ കോയിൻ വാങ്ങണം എന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ, മാർക്കറ്റ് എടുത്തിട്ട് അതിൽ നമുക്ക് വേണ്ട എമൗണ്ട് എത്രയാണോ ആ എമൗണ്ട് ഇവിടെ
ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമുക്കിപ്പോൾ ഒരു 300 കോയിനാണ് വേണ്ടത്. ഓക്കെ, 300 കോയിൻ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് കണ്ടില്ലേ, 300 കോയിൻ അടിക്കേണ്ടത് സെല്ലടിക്കുക. സോറി മാറിപ്പോയി. നമുക്ക് സെല്ലടിക്കാൻ പറ്റില്ലല്ലോ, നമ്മൾ സെല്ലടിക്കാൻ നമ്മളത് കോയിനില്ലല്ലോ, നമ്മൾ ബയ്യല്ല ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ബൈ അടിക്കാണ്, നമ്മുടെ 300 കോയിൻ എടുക്കുകയാണ്. ഓക്കെ, ക്ലിക്ക് അടിക്കുക. ഓക്കെ, സക്സസ് ആയി, ബൈ ആയി. ഇത്രയോളം പണി. ഓക്കെ, ഇനി നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് സ്റ്റോപ്പ് ലിമിറ്റിനെ കുറിച്ചാണ്. ഓക്കെ, സ്റ്റോപ്പ് ലിമിറ്റ് എങ്ങനെ ചെയ്യാമെന്നുള്ള കാര്യമാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ സ്റ്റോപ്പ് ലിമിറ്റ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഈ ഒരു ഇത് മൊത്തത്തിൽ ഇങ്ങനെ കാണുമ്പോൾ, ഈ ഒരു ഇൻ്റർഫേസ് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ തന്നെ അന്തം വിടും, എന്താ ഇപ്പോൾ ഇത് സംഭവം, ആകെ അന്തം വിട്ടല്ലോ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നമ്മുടെ ഈ സ്റ്റോപ്പ് എന്ന് എഴുതി കാണിച്ച സ്ഥലമില്ലേ, ഈ സ്റ്റോപ്പ് എന്ന് എഴുതി കാണിച്ച സ്ഥലത്ത് നമ്മളിപ്പോൾ വാങ്ങിയത് 1 മിനിറ്റ്, ഞാൻ അതിന്മേൽ ക്ലിക്ക് ചെയ്ത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് കണ്ടാവാൻ വേണ്ടി, എന്നാൽ നമുക്ക് പിന്നെ അതിന്മേൽ ചേഞ്ച് ചെയ്യാമല്ലോ. ഇതൊരു 290 ആവുമ്പോൾ ഈ മുകളിൽ സ്റ്റോപ്പ് എന്ന് പറയുന്നിടത്തൊരു 290 നമ്മുടെ ഈ ഒരു മുകളിൽ, അഥവാ ഈ ഒരു സ്റ്റോപ്പ് ലോസ് മുകളിലെ ഭാഗമല്ലേ സ്റ്റോപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ. ഈ സ്റ്റോപ്പ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മളിപ്പോൾ നമ്മുടെ പ്രൈസ് ഇപ്പോൾ ഒരു 392 ഉണ്ടല്ലോ, ഒരു 290 ആവുമ്പോൾ, അഥവാ ആ ഒരു പ്രൈസിലെത്തുമ്പോൾ നമുക്കൊരു 280 സെല്ലടിക്കാം. ഓക്കെ, സോറി, ഞാൻ ബൈ ലിമിറ്റാണ് ഇട്ടേക്കുന്നത്. എന്നിട്ട് സ്റ്റോപ്പ് ലിമിറ്റിൽ നമുക്ക് വേണ്ടത് സെൽ ലിമിറ്റ് മാത്രമാണ്. സ്റ്റോപ്പ് ലിമിറ്റ് സെല്ലിൻ്റെ ഓപ്ഷൻ മാത്രം മതി, കാരണം നമുക്ക് ബൈയിൻ്റെ ഓപ്ഷൻ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഞാൻ 290 ഇതവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. 290 ആകുമ്പോൾ 280 സെല്ലടിക്കണം. 100% കൊടുത്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇപ്പോൾ ഇവിടെ സെല്ല് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ സെൽ ഓർഡർ ആയിട്ട് അവിടെ സെറ്റാവും. ആ സെറ്റായി കഴിഞ്ഞാൽ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പ്രൈസിലേക്ക് ഡൗൺ ആകുമ്പോൾ ആ കോയിന് നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റും. അതാണ് സെല്ലാവും, ഓട്ടോമാറ്റിക് സെല്ലാവും. അതാണ് അതിൻ്റെ പ്രത്യേകത. നമുക്ക് ലോസ് കൂടുതൽ വരാതെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണത്. ഓക്കെ, അത്രേ ഉള്ളൂ സ്റ്റോപ്പ് ലിമിറ്റ്. അപ്പോൾ ചെങ്ങായിമാരെ, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ലൈക്ക്, അല്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് അടിച്ചേക്ക്. പിന്നെ അതേപോലെ തന്നെ എനിക്കൊരു സപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു 1K സബ്സ്ക്രൈബ് ആയതിന് ശേഷം ഒരു 5 പേർക്ക് കുറച്ച് ഒരു ഗീവ് അവേ കൊടുക്കുക എന്നുള്ളൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ അതിന് നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോകളിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിലോ അല്ലെങ്കിൽ നല്ല വീഡിയോ ആണെങ്കിലോ അതിന് നിങ്ങളുടെ പ്രോത്സാഹനം കിട്ടിക്കഴിഞ്ഞാൽ അത്രക്കും സന്തോഷം നമുക്ക്. അപ്പോൾ നിങ്ങൾ മാക്സിമം കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇനി വീണ്ടും ഒരു പുതിയ വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ സൈനിങ് ഓഫ്, ഇറ്റ്സ് മീ ക്രിപ്റ്റോ ആനസ്. ബൈ.